മൃതദേഹത്തിൽ കണ്ടതായുള്ള വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായി പറയാം. അതുകൊണ്ട് തന്നെ ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് സംശയം പറയാം. മരിച്ച വ്യക്തി നാട്ടുകാർക്ക് അപരിചിതനാണ്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് റെഡിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. സർ, സിമിലർ കേസ് ആയതുകൊണ്ട് കഴിഞ്ഞ കേസ് പോസ്റ്റ്മോർട്ടം ചെയ്ത സുകുമാരൻ നായരെ കൊണ്ട് തന്നെ ഇതും ചെയ്യിപ്പിക്കണം. സർ, ഓക്കെ? മീഡിയ നോ, നോട്ട് നൗ. ഞാൻ IG ഓഫീസറിൽ നിന്ന് പോവാണ്. എന്തെങ്കിലും പറഞ്ഞ് മീഡിയ ഒഴിവാക്കിയിട്ടോളൂ. ഓക്കെ? Both cases have lot of similarities. മരണകാരണം ലൈക്ക് ദ പ്രീവിയസ് കേസ്, ചോര വാർന്നാണ് മരിച്ചിരിക്കുന്നത്. ഈ മുറിവിലൂടെ മാത്രം ഇത്രയും ചോര വാർന്നു പോകും? അതിനുമുമ്പ് രക്തം കട്ടപിടിക്കില്ലേ? അങ്ങനെയാവണമെന്നില്ല. അത് മുറിവിന്റെ ആഴത്തെ ആശ്രയിച്ചിരിക്കും. പിന്നെ രക്തം കട്ടപിടിച്ചാലും മുറിവിന് ഇളക്കം തട്ടിയാൽ അത് വീണ്ടും ബ്ലീഡ് ചെയ്യും. Yeah, that's true. ബോധപൂർവം ടോർച്ചർ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും രക്തം കട്ടപിടിക്കാൻ സമയം കൊടുക്കില്ല. എക്സിസ്റ്റിംഗ് മുറിവുകളിൽ വീണ്ടും വീണ്ടും ആഴം കൂട്ടി ബ്ലീഡിംഗ് നിലനിർത്തുന്നതായി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കേസിലും? യെസ്, ഐ എം എക്സ്പെക്ടിങ് സിമിലർ റിപ്പോർട്ട്. സർ, ആർ വി ഡീലിംഗ് വിത്ത് എ സീരിയൽ കില്ലർ? I think we are. സർ, ഐ ഹാവ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ. മരിച്ച ചെറുപ്പക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പരിശോധിച്ചു. അവർ തമ്മിൽ യാതൊരു പരിചയവുമില്ല. അവർ പഠിച്ച സ്ഥലങ്ങൾ പോലും വേറെയാണ്. ദേ ആർ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ്. 2 സിമിലാരിറ്റി ഉണ്ട്: അവരുടെ പ്രായവും പ്രൊഫഷനും. 2 പേരും കസ്റ്റംസ് ജോലിക്കാരാണ്. ഒരു സീരിയൽ കില്ലർ എന്ന് പറയുമ്പോൾ വിക്ടിംസ് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാറുണ്ട്. എക്സ്ക്യൂസ് മീ സർ, അങ്ങനെ വരണമെന്നില്ലല്ലോ. ഒരുപക്ഷെ ഒരു റാൻഡം സെലക്ഷൻ ആണെങ്കിൽ ഈ റിപ്പർ കേസൊക്കെ അങ്ങനെയായിരുന്നല്ലോ. Yeah, that's a possibility. പിന്നെ വിനോദ് ഇപ്പൊ പറഞ്ഞ സിമിലാരിറ്റീസ് ആയിക്കൂടെ ഇവർ തമ്മിലുള്ള കണക്ഷൻസ്? പ്രായം ഇപ്പം ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ പ്രൊഫഷൻ, സത്യസന്ധരായ, ഐ ആം റിപ്പീറ്റിംഗ് ഇറ്റ്, സത്യസന്ധരായ 2 കസ്റ്റംസ് ഓഫീസേഴ്സ്. സ്വാഭാവികമായും ശത്രുക്കൾക്ക് പഞ്ഞമുണ്ടാവില്ല. അങ്ങനെയുള്ള ശത്രുക്കളാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെങ്കിലോ പോലീസ് അന്വേഷണം തങ്ങളുടെ നേരെ തിരിയാതിരിക്കാൻ വേണ്ടി സീരിയൽ കില്ലറുടെ പുകമറ സൃഷ്ടിക്കുന്നതാണെങ്കിൽ? അപ്പോ ഇനിയൊരു വിക്ടിം ഉണ്ടാവില്ല എന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? എന്നുറപ്പിച്ച് പറയാനാവില്ല. ഇനിയും ഉണ്ടായെന്ന് വരാം. അതും ഒരു കസ്റ്റംസ് ഓഫീസർ ആണെങ്കിൽ ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു മൈ തിയറി. അല്ലെങ്കിൽ മൈ തിയറി ഈസ് റോങ്. ആർ യു ഗോയിങ് ടു വെയിറ്റ് ഫോർ അനദർ വിക്ടിം? എന്നല്ല സർ, മരിച്ച ചെറുപ്പക്കാരുടെ പ്രൊഫഷണൽ ശത്രുക്കളുടെ പിറകിലാണ് ഞാൻ എന്ന് സൂചിപ്പിച്ചതാണ്. മിസ്റ്റർ വിനോദ്, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. പത്രക്കാരിത് കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ? സാറ് പറയുന്ന പോലെ ഐ കാൻ ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ്. പത്രക്കാർക്കൊക്കെ വേണ്ടി ഹൗ ഡെയർ യു ടോക്ക് മീ ലൈക്ക് ദാറ്റ്? ഒരു നിരപരാധിയെ പിടിച്ച് ഇടിച്ച് സമ്മതിപ്പിച്ചിട്ട് പത്രക്കാരോട് വിളമ്പാൻ നിങ്ങൾക്കായിരുന്നല്ലോ തിടുക്കം. പുറത്ത് കാത്തു നിൽപ്പുണ്ട്. യു ഗോ ആൻഡ് ആൻസർ ദം. 2 കൊലപാതകങ്ങൾ ഒരേപോലെ നടന്നു എന്നതുകൊണ്ട് മാത്രം കുറ്റവാളി ഒരാളാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല. അതിന് വ്യക്തമായ തെളിവുകൾ വേണം. എന്ത് തെളിവുണ്ടായിട്ടാണ് നിങ്ങൾ അലി ഉമറിനെ അറസ്റ്റ് ചെയ്തത്? സോറി, നോ മോർ കമന്റ്സ്. SP വിനോദ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ പോലീസ് ഗുഡ് ഈവനിങ് സർ. Good evening. What the hell SP Vinod is doing there? ഈവനിങ് ന്യൂസിലോ? അയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അയാളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ട്രൈ someone efficient. സർ, ഡെഫിനറ്റ്ലി സർ, ഞാൻ പറയാം. Okay. ഡ്രൈവർ, വണ്ടി നിർത്ത്. വണ്ടി നിർത്തോ. Stop right there. See? Daddy. No.
നീയൊന്നും പറഞ്ഞില്ല. ഇതിനു മുമ്പ് 2 തവണ ഇതേ ആവശ്യമായി ഞാൻ നിന്നെ സമീപിച്ചിരുന്നു. അന്നൊക്കെ അന്ന് പറഞ്ഞു തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ സർ. എന്നെ കൊണ്ടാവില്ല. വെറുമൊരു മേലുദ്യോഗസ്ഥനായിട്ടല്ല, മറിച്ച് ഒരു ഗോഡ് ഫാദറായിട്ടാണ് നീ എന്നെ കാണുന്നത് എനിക്കറിയാം. ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പറയാം, നീ ഇങ്ങനെ കുടിച്ചു നശിക്കരുത്. ഒരച്ഛനും ഒരു ഭർത്താവിനും താങ്ങാനാവാത്ത ദുരന്തമാണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ അത് കഴിഞ്ഞു. ലൈഫ് ഷുഡ് ഗോ ഓൺ. It's going on, sir. It's going on. But on my terms. ഞാൻ ആത്മഹത്യ ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇപ്പോഴും ജീവിക്കുന്നു. പക്ഷെ അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എൻ്റേതാണ്. ഉപദേശിക്കാൻ എല്ലാവർക്കും പറ്റും. കാരണം നിങ്ങൾക്കാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. എൻ്റെ നഷ്ടത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളടങ്ങുന്ന നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റേതാണ്. അത് മറക്കണ്ട. ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ എല്ലാവർക്കും എന്നെ വേണം. അല്ലെങ്കിലും സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാണല്ലോ. മോനെ, ഞാൻ വന്നത് സ്വാർത്ഥലാഭത്തിനാണെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഐ എം ഡ്രോയിങ് മൈ റിക്വസ്റ്റ്. ഐ എം സോറി. ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല സർ. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ പോലും എന്നെ കൊണ്ടാവില്ല. ബിക്കോസ് മൈ ലൈഫ് ഇസ് ബിയോണ്ട് മൈ കൺട്രോൾ. വരട്ടെ. സാർ, സാറ് വിഷമം വിചാരിക്കരുത്. ഹേയ്, ഒരിക്കലുമില്ല. സാമിനെ എനിക്കറിയാവുന്നതല്ലേ. എൻ്റെ മൂത്ത മകൻ്റെ സ്ഥാനമാണ് ഞാൻ അവന് കൊടുത്തിരിക്കുന്നത്. ഇത്തവണ എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ അവൻ സമ്മതിക്കാത്തതിന് എനിക്ക് അത്ര അത്ഭുതം തോന്നിയില്ല. കാരണം ആ കേസൊന്നും അത്ര ചലഞ്ചിങ് ആയിരുന്നു. ഈ കേസിൽ സാം താല്പര്യം കാണിച്ചിരുന്നെങ്കിൽ ഇനിയുള്ള അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായേനെ. ബിക്കോസ് ദിസ് കേസ് ഈസ് ചലഞ്ചിങ്. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി പ്രൊവോക്ക് ഹിം. എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. ഞാൻ ഇന്നേ വരെ ഒരു കാര്യത്തിന് അവനെ നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിനൊന്ന് ശ്രമിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അങ്കിളിനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. എന്തോ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു. ചെറുതൊരെണ്ണം തല്ലി കൂട്ടി. എനിക്കും ജീവിക്കണ്ടേ. ശരി, ഞാൻ ഇറങ്ങുക. കാണാം. ഏതായാലും മേരിക്കുട്ടി ശ്രമിച്ചു നോക്ക്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. പ്രാർത്ഥിക്കുക, അല്ല എന്ത് ചെയ്യാൻ പറ്റും. വരട്ടെ. എന്താ ഇത്? ഭാഗോടമ്പടി. നീ ഇത് വായിച്ചു നോക്കിയോ? ഞാനും ഒപ്പിടണ്ടേ? വേണം. ഞാൻ വായിച്ചു നോക്കിയിട്ട് പിന്നെ ഒപ്പിട്ടോളാം. ഇതിലൊക്കെ ഒപ്പിട്ടെന്ന് കരുതി ഇത് വാലിഡ് ആവുന്നില്ല. രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ടാലേ ഇതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. ആയിരിക്കാം, പക്ഷെ എനിക്ക് വായിച്ചു നോക്കണം. ഓ മതി. ഒരുപാട് താമസിക്കാതിരുന്നാൽ കൊള്ളാം. പിന്നൊരു കാര്യം, ഈ 25-ാം തീയതി എൻ്റെ കല്യാണ നിശ്ചയ. കല്യാണ നിശ്ചയോ? അതെ. അമ്മ വരണം. വരാനോ? എങ്ങോട്ട്? നമ്മുടെ രീതി അനുസരിച്ച് ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചല്ലേ ഉറപ്പിക്കേണ്ടത്? അതെ, പക്ഷെ അത് ഈ വീട്ടിൽ വെച്ചല്ല. ഇത് ചേട്ടൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണെന്നല്ലേ അമ്മ പറയാറ്. വാടകയ്ക്കാണെങ്കിലും സ്വന്തമായിട്ട് എനിക്കൊരു വീടുണ്ട്. അമ്മ തലേദിവസം തന്നെ വരണം. അപ്പൊ നിന്റെ ചേട്ടനോ? അമ്മ വന്നാ മതി. സഞ്ജു, നിന്റെ കല്യാണം ഉറപ്പിക്കേണ്ടത് ഞാനല്ല, നിന്റെ അച്ഛന്റെ സ്ഥാനത്തുള്ള ചേട്ടനാ. കള്ള് കുടിക്കാതെയാണെങ്കിൽ ചേട്ടന് വരാം. കുടിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ ഈ കല്യാണം തന്നെ നടന്നില്ല എന്ന് വരും. അവരൊക്കെ ഡീസൻ്റായിട്ട് ജീവിക്കുന്നവരാമേ. നീ പേടിക്കണ്ട മോനെ. ഞാൻ കാരണം നിന്റെ കല്യാണം മുടങ്ങില്ല. അമ്മ വരും. ഇല്ല, നിനക്ക് പോകാൻ പറ്റാത്തടത്തേക്ക് ഞാനില്ല. എന്തൊരു കഷ്ടം ഇത്. അമ്മേ, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അമ്മ പോണം. വേണ്ട, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ തന്നെ പോവില്ല. നിങ്ങൾക്കൊന്ന് പൊയ്ക്കൂടെ തള്ളേ? അവന് നിങ്ങളുടെ മോനല്ലേ? സമാധാനമായിട്ട് ജീവിക്കാനും സമ്മതിക്കില്ല.